ഹായ്, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്തായാലും ഞാൻ കുറേ കാലമായിട്ട് ഒരു വീഡിയോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ക്രിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയ ഒരു കാര്യം മാത്രം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ, എൻ്റെ വൈഫ് അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അതിനകത്ത് കേരളത്തിലെ കുറേ കാമം നിറഞ്ഞ കണ്ണുകൊണ്ട് കാണുന്ന കുറേ സഹോദരന്മാർ അല്ലെങ്കിൽ മൈരന്മാർ ഇവരൊക്കെ അതിനകത്ത് വന്നിട്ട് കമൻ്റ് ഇട്ടു. കമൻ്റ് ഇട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് എന്താണ് ഈ പശുവിനെ കമ്പയർ ചെയ്തിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറേ ബൾഗറായിട്ടുള്ള കമൻറ്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഒരു പഞ്ചായത്ത് തന്നെ പോയി എന്നൊക്കെ പറയുമ്പോൾ, കേരളത്തിലൊരു ജില്ലയുടെ പകുതി പോയി എന്നൊക്കെ പറയുമ്പോൾ 300 ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും പല ആളുകളുടെയും അവയവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തൊക്കെ വളരെ ദുരിതം നിറഞ്ഞ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇതുപോലെ കാമം നിറഞ്ഞ കണ്ണുകളെ കൊണ്ട് ഇപ്പോഴും കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഇവരൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സഹോദരന്മാരാണെങ്കിൽ അവരെ ചെള്ളം നോക്കി ഒരൊറ്റ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രത്തോളം വിഷമം നമുക്ക് ഈ ഒരു കാര്യത്തിൽ വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിട്ട് കളയാം. ഇത്രയും ദുരന്തം ഉണ്ടെങ്കിലും ഒരു ചെറിയ കാമക്കണ്ണ് ഇപ്പോൾ അതൊന്നും വരെ നന്നാക്കാൻ പോയിട്ട് കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലി മാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാദറോ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കുഞ്ഞിന് ഒരു പാല് കൊടുക്കണം അല്ലെങ്കിൽ പാല് വേണം എന്ന് പറയുന്നത് അത് പറയാൻ പോലും കഴിയാത്തൊരു കുട്ടിയാണ് ഈ ചെറിയ 8 മാസവും 1 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് വിശക്കുമ്പോൾ കരയാൻ മാത്രം അറിയുന്ന ആളുകളാണ്. അപ്പം അത്രത്തോളം വിഷമിക്കുന്ന ഒരു ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പം അവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വൈഫ് ഫീഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളത്, അതിനകത്ത് കമൻ്റ് ഇട്ട് കൊണഞ്ചിക്കൊണ്ട് ഇതുമാതിരി മൈക്കിലെ പരിപാടി ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് അത്രത്തോളം വിഷമം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇങ്ങനെ പ്രതികരിക്കാത്ത ഒരാളാണ്, ഇങ്ങനെ വീഡിയോ ചെയ്യാത്ത ഒരാളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഈ ഒരു വാക്ക് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ ഇപ്പം വയസ്സായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഇതിനകത്ത് കമൻ്റ് ഇടുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തർത്ഥത്തിലാണ് ഇവരൊക്കെ കമൻ്റ് ഇടുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു സഹോദരൻ അവർ പറഞ്ഞത് അത് ആ രീതിയിൽ എടുത്തിട്ട് അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇവർക്ക് ഇതൊന്നുമല്ല, ഇവിടെ കേരളത്തിൽ എന്ത് നടന്നു എന്നുള്ളതല്ല. ഇവിടെ അവിടെ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് മറ്റേ സെക്സി ടോക്കിലും അല്ലെങ്കിൽ മറ്റേ കമൻ്റ് ഇട്ടിട്ടും ഒരുമാതിരി പൂറ്റിലെ വർത്തമാനം പറയുന്ന കുറേ മൈത്തണ്ടികൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും നമ്മൾ തരണം ചെയ്യണം. ഓരോ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഓരോ ദിവസവും കഴിയുന്നിടത്തോളം സഹായങ്ങളും അതുപോലെ തന്നെ സിനിമാ നടന്മാരായിക്കോട്ടെ പല രീതിയിലും അവരെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചുകൊണ്ടും വീട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പല രീതിയിൽ സഹായിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇവിടെ ജനങ്ങൾ. അപ്പോഴും ഒരു സൈഡിൽ ഇപ്പോഴും അതെന്താന്ന് പോലും അറിയാതെ നടക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എനിക്കൊരു റീച്ച് കിട്ടുമോ, നീ വയനാട്ടിനെ പറഞ്ഞുകൊണ്ട് നിനക്കൊരു റീച്ച് കിട്ടും, ആ റീച്ച് കണ്ട് ആ ജനങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വർത്തമാനം നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്കിത് ഈ ഒരു സമയത്ത് ഞാനൊരു ആണായി പറന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയൊരു വാക്കാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലും ഇതുപോലെ പിഞ്ചു പൈതൃകങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടും ഇതുപോലത്തെ പൈതൃകങ്ങളുണ്ട്. അവർക്ക് ഒരു നേരത്തെ പാല് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്ന സമയത്ത് അവരുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് പ്രതികരിക്കാൻ തോന്നി എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഇത് ഏത് രൂപത്തിൽ എടുത്താലും എനിക്ക് പ്രശ്നമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രതികരിക്കാറില്ല. കാരണം കഴിഞ്ഞ ഒരു ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അർജുൻ്റെ കേസ് പോലും ഞാൻ പ്രതികരിച്ചിട്ടില്ല ഇവിടെ. കാരണം എന്താ വെച്ചാൽ അതൊക്കെ പ്രതികരിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും കാരണം ഇത്രമാത്രം ഒരു ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കമൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അത് അവർ അത്രത്തോളം ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ് അവർ പറഞ്ഞത്. അതായത്
ഞാൻ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ എൻ്റെ വൈഫ് തയ്യാറാണ്, നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് വന്നിട്ട് നിന്റെ വൈഫ് എന്താ മറ്റേതാണോ ഇതാണോ, എനിക്ക് ആ വാക്കൊക്കെ പറയാൻ തന്നെ വിഷമം തോന്നുന്നു സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അവരെ കമന്റ് പോലും ഞാൻ ഇതിൽ കാണിക്കാത്തത് ഇനി അതൊരു പ്രൊമോട്ട് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രതികരണം മാത്രം ഇതിൽ പറയുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ നായിൻ്റെ മക്കൾ ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു തൊട്ടപ്പുറത്ത് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെകിള നോക്കി അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കാൻ തോന്നി? അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കരകയറി വേറും നമ്മൾ എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല, കാരണം അത്രത്തോളം വിഷമം എനിക്ക് ഈ കാര്യത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയ വിഷയം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഇതൊരു വിഷയമാക്കി എടുക്കരുത് എന്ന് മാത്രം ഞാൻ പറയാനുള്ളൂ. ഇനി ഇതുപോലത്തെ ആളുകൾ കമൻറ്റ് ഇടരുത് എന്നുള്ളത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞാനിത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതൊരു കണ്ടൻ്റാക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകരുത് എന്നുള്ളതാണ്. കാരണം ഇത് കണ്ടിട്ട് ഇനി അടുത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതൊരു രസകരമായിട്ട് കോമഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യരുത്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. അതല്ലാതെ ഇതിൽ വേറൊരു കാര്യം കുത്തിക്കയറ്റാണ്ടിരിക്കുക, ഇതുപോലത്തെ കാമക്കണ്ണുകളൊന്നും കുത്തിക്കയറ്റാതിരിക്കുക ദയവ് വിചാരിച്ച് പ്ലീസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.